ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ക്യാരറ്റ് ഹൽവയെന്ന് കേൾക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിൽ വരുന്ന ഒരു കാര്യം ഞാനിവിടെ പറയാം. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാം പെട്ടെന്ന് കയറി വന്നു. ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. ഹോക്കിൻസ് കൊട്ടിയറും ഉണ്ടല്ലോ, ഇനി പാചകം എന്തെളുപ്പം. അപ്പോൾ ഈ ഒരു പരസ്യമായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ക്യാരറ്റ് ഹൽവയെന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. എനിക്കും അങ്ങനെയാണ് കേട്ടോ. നമ്മളിവിടെ ഹോക്കിൻസ് കോട്ടിയാറല്ല പാചകം ചെയ്യുന്നത്, നമ്മൾ നമ്മളുടേതായ രീതിയിലാണ്. അപ്പോൾ 3 ക്യാരറ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ അരിഞ്ഞത് ഇതുപോലെ എടുക്കുക. ഇത്രയും കിട്ടും നമുക്ക്. 3 ക്യാരറ്റ് അരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത്രയുമാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം ഒരു പാൻ എടുത്ത് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്ത് നെയ്യ് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ച ക്യാരറ്റാണ്. അരിഞ്ഞു വെച്ച ക്യാരറ്റ് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമ്മൾ ഇളക്കുക. നല്ലപോലെ ഇളക്കണം, ഒരു പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഇളക്കണം. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക ചതച്ചതാണ്. പിന്നീട് ആവശ്യത്തിന് പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ആഡ് ചെയ്ത് നമ്മൾ നല്ലപോലെ ഇളക്കുക. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഇളക്കുക. ക്യാരറ്റ് ഹൽവ ഇവിടെ ഏകദേശം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിൾ റെസിപ്പിയാണ് ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം.